മനസ്സിലായത്. അപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ചുമ്മാ എന്നെ ഒരാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്കൊരു നടനോ നടിയോ ഒക്കെ ആവായിരിക്കും അല്ലേ? അതായിരിക്കും ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ട് ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശും കൊണ്ട് സ്വന്തം ശരീരഭാഗങ്ങൾ അവിടെ ഇവിടെയും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല വീഡിയോ ഞാൻ കണ്ടു. അതിനൊന്നും ഒരു കുഴപ്പമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മെസ്സേജ് അയച്ചത് വലിയ പ്രശ്നമാണ്. എന്നാൽ രാഹുലിനെ പറ്റി കൃത്യമായിട്ടുള്ള തെളിവുണ്ടോ? അതൊന്നും എൻ്റെ ഇല്ല, തെളിവൊന്നും വേണ്ട. എന്തിനാ തെളിവ്? റിപ്പോർട്ടർ ചാനലുണ്ടല്ലോ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവർ പറയുന്നത് അങ്ങോട്ട് എരിവും പുളിയൊക്കെ ചേർത്തിട്ട് മഞ്ഞപ്പത്രം പോലെ ചെയ്തോളും ഡോക്ടർ അരുൺകുമാർ. അവനാണല്ലോ കോടതി. അല്ലെങ്കിൽ പോടാ എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിൽ. ഇതിൽ എന്നിട്ട് റിനിക്ക് പറയാനുള്ള വേറൊന്നുമില്ല. റിനിക്ക് ഓണം ഉണ്ണണം, ഓണത്തിൽ പായസം കുച്ചണം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അതേസമയം രാഹുൽ ഈശ്വർ ചോദിച്ചൊരു ചോദ്യം, ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലൊരു അമ്മയുണ്ട്, അവർക്ക് ബന്ധുക്കളുണ്ട്. നമുക്കറിയാം ബന്ധുക്കളെന്ന് പറയുമ്പോൾ ഒരു വിഷയം കേൾക്കാനായിട്ട് നോക്കിയിരിക്കുന്ന ചെറ്റകളുള്ള കുടുംബമുണ്ട്. എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ രാഹുലിൻ്റെ കുടുംബം ഇപ്പോൾ അല്ലെങ്കിൽ രാഹുലിനെ ചുറ്റുപറ്റി നിൽക്കുന്ന വ്യക്തികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പുറത്തിറങ്ങി